ഒരു വീഡിയോ വൈറലാകുന്നു. ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വരുന്നു. 5 മിനിറ്റിനുള്ളിൽ ആയിരക്കണക്കിന് കമന്റുകൾ. ഇയാൾ തെറ്റുകാരനാണ്, ഇവൾ തെറ്റുകാരിയാണ്, ഇവളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെ ആയിരക്കണക്കിന്. കോടതി വിധിക്കും മുമ്പേ നമ്മൾ വിധിക്കുന്നു, ഇവൻ തെറ്റുകാരനാണ്. ഒരു ചോദ്യം, വൈറലാകാൻ വേണ്ടി മറ്റൊരാളുടെ ജീവിതം കണ്ടന്റാക്കി മാറ്റുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷയം ഇതാണ്: സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് സത്യമാണോ? സോഷ്യൽ മീഡിയ ട്രയലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഞാൻ സംസാരിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചൊന്നുമല്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് തന്നെ പറയാം. ഒരു വീഡിയോ വൈറലാകുന്നു, ഒരു ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, പോട്ടെ, ഒരു സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ, ഇത് കണ്ട ഉടനെ ഒരാളെ പറ്റിയുള്ള കുറ്റം പറച്ചിലാണ്. അത് കണ്ടു ആ സെക്കൻഡിൽ നമ്മൾ വിധി എഴുതുന്നു. അതിന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ കാണാം പലതരം കമന്റ്സ്. ഒന്നുകിൽ കുറ്റം പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവയെ അനുകൂലിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ ഇതിന് പിന്നിലുള്ള സത്യം എന്താണെന്ന് അറിയാമെന്ന് ആർക്കും ഒരു താല്പര്യമില്ല. കോടതി വിധിക്കുന്നതിന് മുമ്പേ നമ്മൾ വിധിക്കുന്നു. സോഷ്യൽ മീഡിയ ട്രയൽ, അതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷൻ കാരണമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വീഡിയോ വൈറലാകാൻ ഒരു കണ്ടന്റ് കിട്ടി, അത് ഏറ്റവും വേഗത്തിൽ ആര് ചെയ്യുന്നുവോ, ആര് അപ്ലോഡ് ചെയ്യുന്നുവോ, അതേപോലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ ആര് ഇടുന്നുവോ, അവർക്കായിരിക്കും കൂടുതൽ അറ്റൻഷൻ കിട്ടുക, കൂടുതൽ റീച്ച് കിട്ടുക. ഒരു വാർത്ത എക്സിന്റെ പേര്, എക്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്, ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്, എക്സിന്റെ തനിനിറം പുറത്തായി, ഇതായിരിക്കും തമ്പനെയിൽ. പക്ഷെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ഒന്ന് വളച്ചൊടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകും. അതാണ് സത്യം. ചിലപ്പോൾ ഒരു തെറ്റായ ഇൻഫർമേഷൻ നൽകിയെന്നും വരാം. കാരണം സത്യം വെളിപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് കാണാനും കേൾക്കാനും ഒന്നും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. അതൊരു സമൂഹത്തിന്റെ, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ പരദൂഷണം പറച്ചിൽ കേൾക്കാൻ തന്നെ ഒരുപാട് പേര് ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ബിസിനസ് കൂടെയായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ കിട്ടാൻ ഇതൊരു എളുപ്പമാർഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം, നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ്, ഞാനാണെങ്കിൽ വേറൊരാളുടെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്ന സമയത്ത് വ്യക്തിപരമായി അയാളെ ആക്ഷേപിക്കുന്ന രീതിയിൽ, അയാളെ മോശമാക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ എതിരെ നമ്മൾ സംസാരിക്കുന്നു, വിമർശിക്കുന്നു എന്നതുപോലെയല്ല. ഒരു സിനിമ കണ്ടു അതിനെ വിമർശിക്കുന്ന പോലെയല്ല. പക്ഷെ ഒരാളുടെ ഒരു ജീവിതം, കുടുംബജീവിതമായിക്കോട്ടെ, അയാളുടെ സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, അതായത് അയാളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ഫേസ് ചെയ്യുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ എടുത്തിട്ട് അതിന്റെ സത്യം അറിയാതെ നമ്മുടേതായ നിഗമനങ്ങളിൽ എത്തുകയും ഒരു കാര്യമില്ലാതെ അവരെ പരദൂഷണം പറയുക, തെറി പറയുക, കുറ്റപ്പെടുത്തുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സത്യം അറിയാൻ പലപ്പോഴും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ഉള്ള ന്യൂസുകൾ അടിച്ചിറക്കുന്നുണ്ട്. അവരുടേതായ രീതിയിൽ തമ്പനിയിലൊക്കെ ഇട്ട് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യും. ഒരു 10 ലക്ഷം വ്യൂസ് കിട്ടിയ അത്രയും റീച്ചായി. പക്ഷെ ആ 10 ലക്ഷം പേര് കണ്ടുകൊണ്ട് അത് തന്നെയാണോ സത്യം? അത് സത്യമാകണമെന്നില്ലല്ലോ. പക്ഷെ ഇത് ഒരുപാട് പേര് കാണുമ്പോൾ അവർ കമന്റ് ഇടും. അതിന്റെ തെളിവ് അന്വേഷിക്കാൻ, സത്യാവസ്ഥ അന്വേഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അത് കണ്ടു മറ്റുള്ളവരുടെ കമന്റ്സ് നോക്കും, ഓക്കെ ഭൂരിപക്ഷം ഇന്ന കാര്യമാണ് പറയുന്നത്, ഓക്കെ അങ്ങനെ ആയിരിക്കാം, നമ്മൾ അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്തും, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തും. പക്ഷേ ഇതൊരു പ്രൈവസിയുടെ കൂടെ ഭാഗമാണ്. അത് പലപ്പോഴും പല സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ തലയിൽ വെച്ച് കെട്ടാനോ അവരാണ് കുറ്റക്കാരി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഇത് കാണുമ്പോൾ തന്നെ ഒരു തമ്പനയിൽ കണ്ടു, അത് ക്ലിക്ക് ചെയ്തു, കുറച്ച് ഭാഗം കണ്ടു, ഒരു ഇൻട്രോ കണ്ടു, പകുതി വരെ കണ്ടു, അത് മുഴുവനായിട്ട് കാണാൻ നിൽക്കില്ല, അതിന് മുമ്പ് വേറെ ആൾക്ക് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അപ്പോൾ തന്നെ കുറച്ച് ഭാഗം കണ്ടിട്ട് കമന്റ് ചെയ്യും. ഇത് ഫുള്ളായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ കാണുന്ന വ്യൂവേഴ്സിന്റെ ഭാഗത്തും അത്തരത്തിലുള്ള മിസ്റ്റേക്ക്, ആ ഒരു മിസ്റ്റേക്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ തമ്പനയിലും അവരുടെ ഇൻട്രോ ഇതൊക്കെ അതിന്റെ ഭാഗമായി വരുന്നുണ്ട്, സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഇവിടെ വ്യൂസ് എന്ന് പറയുന്നത് സത്യത്തിന്റെ തെളിവല്ല. 10 ലക്ഷം പേര് കണ്ടുകൊണ്ട് അത് സത്യത്തിന്റെ തെളിവാകുന്നില്ല. ലൈക്സ് എന്ന് പറയുന്നത് ഒരു 5 ലക്ഷം പേര് ലൈക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു 50,000 പേര് ലൈക്ക് ചെയ്തു എന്ന് പറയുന്നത് അത് നീതിയുടെ തെളിവല്ല. അതേപോലെ തന്നെ കമന്റ്സ് ഒരുപാട് വന്നു എന്ന് വെച്ചാൽ അതൊരു ഫാക്റ്റ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മളൊരു തെറ്റ്, ഒരു കുടുംബ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ കഴിയുന്ന വീഡിയോ ഇത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പലരും ചർച്ച ചെയ്യുന്നു, പല അനുമാനത്തിൽ എടുക്കുന്നു, അവരുടേതായ കമന്റ്സുകൾ നൽകുന്നു. പക്ഷേ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെ എന്റർടൈൻമെന്റ് ആയി തോന്നുന്നു, നമ്മൾ ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതേസമയം ഇത് നമ്മുടെ ജീവിതത്തെ പറ്റി
ഒരു വീഡിയോ മറ്റൊരാൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് സുഖമുള്ളതായിരിക്കും? അതാണ് ചോദ്യം. അതെ, അപ്പോഴാണ് ഈ പ്രൈവസിയുടെ പ്രാധാന്യം നമ്മൾ ഓർക്കുന്നത്. നമ്മുടെ കാര്യം മറ്റുള്ളവർ ചർച്ച ചെയ്യുന്നു, അവർ വിധിക്കുന്നു, നമ്മളെ വിധിക്കുന്നു, ഇതാണ് സത്യം, ഇന്നതാണ് തെറ്റ് എന്ന് വിധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യം. ഒരാളുടെ കുടുംബജീവിതം എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ഇതാണ് സത്യം, ഇന്നതാണ് പ്രശ്നം, ഇയാൾക്ക് ഇന്ന കുറ്റമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതേ സംഭവം നമുക്കും ഉണ്ട്, നമ്മൾ വിധിക്കാൻ ആളല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാണുക, സോ അത് ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുന്നതായിരിക്കുന്നതല്ല. ഒരു പ്രത്യേക ആരോപണം അത് ശരി ആണെന്ന് അറിയാത്ത പക്ഷം നമ്മൾ അതിനെ വിധിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വന്തം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ഇപ്പോൾ ഒരാളെ പറ്റി ഒരു കുറ്റം പറഞ്ഞ വീഡിയോ വരുന്ന അല്ലെങ്കിൽ ഒരു ആരോപണം വരുന്ന അപ്പോൾ ആ സ്ഥാനത്ത് നിങ്ങളാണെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം എങ്ങനെയായിരിക്കും അത് നിങ്ങൾ ഫീൽ ചെയ്യുക? എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയും. എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.